മന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഒരു പുതിയ വഴിത്തിരിവിലേക്കാണ് മന്ന എന്നെ ലീഡ് ചെയ്യുന്നത്. ഈ ചാനലിൻ്റെ പേര് തന്നെ ഗോഡ്സ് ഗ്രേസ് മന്ന എന്നാണ്. അപ്പോൾ എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചു, മിസ്സേ, ആൻറ്റി, ടീച്ചറെ, എന്നും എങ്ങനെയാണ് ഈ വീഡിയോയ്ക്ക് മാറ്റർ കിട്ടുന്നതെന്ന്. അപ്പോൾ എനിക്കതിനൊരു ഉത്തരവേ ഉള്ളൂ. ഈ വീഡിയോ അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ എൻ്റെ അല്ല, എൻ്റെ ഒരു കഴിവുമല്ല. അതുകൊണ്ടാണ് ഇത് കൊറോണ കാലത്താണ് ആരംഭിക്കാനായിട്ട് ദൈവം എനിക്ക് ഒരു ചാൻസ് തന്നത്. അപ്പോൾ അതിൻ്റെ പേര് ഒന്നും ഓർക്കാതെ പെട്ടെന്ന് സർപ്രൈസായിട്ട് അതിന് പേരിങ്ങനെ, ദൈവത്തിൻ്റെ കൃപ നിത്യാഹാരം. അപ്പോൾ ഇത് ആഹാരം ഞാനല്ലല്ലോ കണ്ടുപിടിക്കുന്നത്, അത് ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പോൾ ഈ ചാനലിൽ എന്ത് പറയണം, എങ്ങനെ മുമ്പോട്ട് പോകണമെന്നുള്ളത് മുഴുവനും ദൈവമാണ് നിയന്ത്രിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്നും കൊടുക്കാനുള്ള മന്ന ദൈവം തരും. മന്ന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഡെയിലി ബ്രെഡ് എന്നാണ്. അപ്പം ബൈബിളിൽ പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്തിരുന്ന ഭക്ഷണമാണ് മന്ന. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ യൂട്യൂബ് ചാനലിലേക്ക് കൊടുക്കാനുള്ള ഓരോ ദിവസത്തെയും ഭക്ഷണം ദൈവം അറിഞ്ഞു തരുന്നു. അതാണ് ഞാൻ വിശ്വസിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇത് മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ യാതൊരു കഴിവോ പ്രാഗൽഭ്യമോ ഒന്നും കൊണ്ടല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. കാരണം എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് താങ്ങാവുന്നതായ ഒരു ചെറിയ ജോലിയല്ലിത്. പിന്നെ ഇത് ഞാൻ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു വിഷയം പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ അവരെ ആകെ കൺഫ്യൂഷനിലോട്ടാണ് വന്ന് ചേരുന്നത്. ഈയിടെ ഒരു പ്രൈമറി സ്കൂളിൽ ഒരു മിടുക്കൻ കുട്ടി, എൻ്റെ ഒരു കൊച്ചുമോനെന്ന് പറയാം, ആ കുഞ്ഞും അതിൻ്റെ അമ്മയും കൂടെ ഒരു സംശയം, അവർക്കുണ്ടായ സംശയത്തിനകത്ത് ഒരു പ്രശ്നവുമില്ല. കാരണം അത് ആർക്കും സംശയപ്പെടാമാവുന്ന രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. ഏതോ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി ആ കൊച്ച് പ്രിപ്പയർ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ വെള്ളപ്പൊക്ക അവധിയൊക്കെ അല്ലേ, അപ്പം വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ പ്ലാൻ സയൻസ് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കണം കുഞ്ഞുങ്ങളോട് ഏതൊക്കെ തരത്തിലാണ് ഈ പ്ലാന്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന്. അതായത് പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ്സും പൂക്കൾ ഉൽപ്പാദിപ്പിക്കാത്ത പ്ലാന്റ്സും ഉണ്ട്. ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ് എന്ന് പറയും. ജിംനോസ്പേംസ് എന്ന് പറഞ്ഞാൽ നെയ്ക്കഡ് സീഡ് ബെയറിംഗ് പ്ലാന്റ്സ് എന്നാണ്. അവിടെ പൂവില്ല, നേക്കഡ് സീഡാണ് ബെയർ ചെയ്യണത്. ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞാൽ ഫ്ലവറിങ് പ്ലാന്റ്സ്. അപ്പോൾ പൂക്കൾ ഉണ്ടാക്കുന്ന എല്ലാ പ്ലാന്റ്സും വരുന്നത് ആൻജിയോസ്പേംസിലാണ്. എന്നാൽ വേറെ ഒരു ഗ്രൂപ്പുണ്ട്, അവർ പൂവില്ല, പക്ഷേ അവർക്ക് സീഡ് ബെയറിങ് ഓർഗൻസ് ഉണ്ട്. അത് കോൺസ് ആണ് പറയുന്നത്, കോണിഫേഴ്സ്. അത്തരം പ്ലാന്റ്സിനെ കോണിഫേഴ്സ് എന്ന് പറയും. അവരുടെ ആ ഫ്രൂട്ട് ബെയറിങ് ഓർഗൻ ഉണ്ടല്ലോ, കണ്ടാൽ പെട്ടെന്ന് നോക്കിയാൽ അത് ഒരു ഫ്ലവറാന്ന് തോന്നും. പക്ഷേ അവിടെ ഫ്ലവറിൻ്റെ പാർട്സ് ഒന്നുമില്ല. ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഫ്ലവറിന് പ്രത്യേകത എന്താണെന്ന് അറിയാമല്ലോ. ഫ്ലവറിന് മെയിനായിട്ട് 4 ഭാഗങ്ങൾ കാണണം. കാലിക്സ്, പച്ച നിറത്തിലുള്ള കവറിങ് ആണ് കാലിക്സ്. അതിനകത്ത് ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഈ പിങ്ക് കളറിലും വെള്ള കളറിലും ഒക്കെ ആ ഭാഗത്തിനെയാണ് കൊറോള അല്ലെങ്കിൽ പെറ്റൽ. അതിനകത്താണ് ആൻഡ്രീഷ്യം ഗൈനീഷ്യം, അത് ഫീമെയിൽ ഓർഗനും മെയിൽ ഓർഗനും. അപ്പോൾ ഇതൊക്കെ ചേർന്നതാണ് ഫ്ലവർ. എന്നാൽ ഇങ്ങനെ ഒരു ഫ്ലവറൊന്നുമില്ല. ജിംനോസ്പേംസ് നെയ്ക്കഡ് സീഡ് ബെയറിംഗ് പ്ലാന്റ്സ് ആണ്. അപ്പം സീഡ് മാത്രമേ ഉള്ളൂ. അങ്ങനെ സീഡ് ഉണ്ടെന്ന് മാത്രം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ കണ്ടാൽ പൂ പോലെ ഇരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. സൈക്കസ്, പൈനസ് എന്നൊക്കെ പറയുന്ന പ്ലാന്റ്സ് ആണ് അതിനകത്ത് വരുന്നത്. പൈൻ ട്രീ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പൈൻ ഫോറസ്റ്റ് എന്നൊക്കെ. അപ്പോൾ ഈ പൈൻ പ്ലാന്റിൻ്റെ ലീഫ് നീഡിലേക്കാണ്, വെറുതെ നീഡിൽ പോലെയാണ് ലീഫ്. ഇപ്പോൾ ഈ കാണുന്ന റോസപ്പൂവിൻ്റെ ഇല പോലെയല്ല ഇല, ഇങ്ങനെ നീഡിൽ പോലെ ഇരിക്കും ഇല. അപ്പോൾ ഈ പൈൻ ട്രീസ് അല്ലെങ്കിൽ ജിംനോസ്പേംസിന് ഇലയുടെ പ്രത്യേകതയുണ്ട്, അതുപോലെ പൂക്കളില്ല. അതിനകത്ത് സീഡുള്ള ഒരു ഭാഗം, അത് കോണാണ്, കോണിഫേഴ്സ്. അത് കോണ ആകൃതിയിലായതുകൊണ്ട് കോണിഫേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ കുഞ്ഞിന് ഒരിക്കലും ആ കോൺ കണ്ടാൽ അത് പൂവാണെന്നേ തോന്നുള്ളൂ. അതുകൊണ്ട് ആ കൊച്ചു പറഞ്ഞു അത് ഫ്ലവർ എന്നാണ് അതിൻ്റെ കറക്റ്റ് എന്ന്. പക്ഷെ അത് ഫ്രൂട്ടാണ്. കാരണം അത് ഫ്രൂട്ടാണത്. സീഡ് ബെയർ ചെയ്യുന്നത് ഫ്രൂട്ടാണ്. പൂവിന് സീഡില്ല. പൂവിന് ഈ 4 ഭാഗങ്ങളേ ഉള്ളൂ, സീഡില്ല.
പൂ പൊഴിഞ്ഞുണ്ടാകുന്നതാണ് ഫ്രൂട്ട്, ഫ്രൂട്ടിനകത്താണ് സീഡ്. പക്ഷേ ഇത് ഫ്ലവർ ഇല്ലാത്ത ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് അതിന് പൂ പോലെ തോന്നിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനെയാണ് നമ്മൾ കോൺ അല്ലെങ്കിൽ കോണിഫറസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ പ്രത്യേക തരം. അപ്പം അങ്ങനെ ചില തെറ്റിദ്ധാരണകളിലോട്ട് കുഞ്ഞുങ്ങളെ വിടാതെ ബേസിക്കായിട്ട് തന്നെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർക്ക് തെറ്റുപറ്റില്ല. അപ്പോൾ ഞാനത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടിച്ചു. കാരണം കൊച്ചു പടം കാണുമ്പോൾ ഒരിക്കലും അത് പൂവല്ല, അതൊരു ഫ്രൂട്ടാണെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ചുമ്മാ പറഞ്ഞു, മോന് 0 മാർക്കാണല്ലോ അങ്ങനെയാണെങ്കിൽ എന്ന് പറയും. നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഒരു ചെറിയ പ്രോത്സാഹനം കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. ഞാനത് കഴിഞ്ഞ് കുഞ്ഞിനോട് പറഞ്ഞ് ഇങ്ങനെയാണ്, ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. പൂവാണെങ്കിൽ അതിന് കാലിസും കൊറോളയും ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഒക്കെ ഉണ്ടായിരിക്കും. ഫ്രൂട്ടാകുമ്പോൾ അതിനതൊന്നും വേണ്ട, അതിനകത്തൊരു സീഡ് ഉണ്ടായാൽ മതി. സീഡ് ഉണ്ടെന്ന് അവർക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഫ്രൂട്ടാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വേറെ ഇതേപോലെ ഈ ഫ്രൂട്ടിൻ്റെ 1-2 പടം യൂട്യൂബിൽ വന്നത് അയച്ചു കൊടുത്തു. അപ്പോൾ മോൻ എനിക്ക് ഉടനെ മെസ്സേജ് ഇട്ടു, ആൻറ്റി എനിക്ക് നന്നായിട്ട് മനസ്സിലായി, അത് ഫ്രൂട്ട് തന്നെയാണ്, ഫ്ലവർ അല്ല എന്ന്. അപ്പോൾ ഏതൊരു കാര്യവും നമ്മൾ നന്നായിട്ട് അടിസ്ഥാനമിട്ട് വേണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ. അടിസ്ഥാനരഹിതമായിട്ട് പഠിപ്പിച്ചാൽ അവരാകെ കൺഫ്യൂഷനിലാവും. അപ്പോൾ ഈ കൺഫ്യൂഷൻ തീർക്കണം. കുഞ്ഞുങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ പഠിപ്പിക്കാനായിട്ടും അതുപോലെ സിലബസ് അതുപോലെ ആക്കി തീർക്കുകയാണെങ്കിൽ ഒത്തിരി ഉപകാരമായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.